കോവിഡ് മഹാമാരി തകർത്ത ജീവിതങ്ങൾ നിരവധിയാണ്. അങ്ങനെ ദുബായിൽ ഇപ്പോഴും തിരിച്ചടി നേരിടുകയാണ് മലയാളിയായ റഷീദ്. റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെ ജീവനക്കാരാണ് തന്നെ ഈ ദുരിതത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് റഷീദ് ആരോപിക്കുന്നത്. വർഷത്തോളം ഈ പ്രവാസ ഭൂമിയിൽ ചോര നീരാക്കി കഷ്ടപ്പെട്ട മലയാളിയാണിത്. തിരുവനന്തപുരം സ്വദേശി റഷീദ്. കൊറോണ മഹാമാരി വരുന്നതുവരെ റഷീദിനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണ മഹാമാരിയുടെ പിടിയിൽ ബിസിനസ് ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടു. പതിയെ ലോകം പഴയതുപോലെ മുന്നോട്ട് പോയി തുടങ്ങിയപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിച്ച് റഷീദ് നടക്കാൻ ഒരുങ്ങിയെങ്കിലും വാടക കുടിശ്ശിക 3 വർഷത്തത് ബാക്കിയുണ്ടായിരുന്നതിനാൽ കടയുടമയുടെ കമ്പനി നൽകിയ കേസിൽ എല്ലാം തകർന്നു. ആകെ നൽകാനുണ്ടായിരുന്ന വാടകയിൽ 2 വർഷത്തെ വാടകയായ 1,45,000 ദിർഹം കടയുടമയുടെ കമ്പനിയിൽ നേരത്തെ തന്നെ റഷീദ് നൽകിയിരുന്നു. ബാക്കിയുള്ള പണം ഒരാഴ്ചയ്ക്കുള്ളിൽ സംഘടിപ്പിച്ച് നൽകാനായി ഒരുങ്ങുമ്പോഴാണ് അവർ കേസ് നൽകി കട പിടിച്ചെടുത്തതെന്ന് റഷീദ് പറയുന്നു. വാടക കൊടുക്കാൻ പറ്റിയില്ലാതെ കൊറോണ സമയത്ത് വാടക കുറച്ച് ബ്രേക്കായി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വാടക കൊടുത്ത് അത് 2 വർഷത്തെ കൊടുത്ത് പിന്നെ 1.5 വർഷം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതിനു മുമ്പേ എല്ലാ കേസ് കൊടുത്തിരുന്നു. അത് അവർക്ക് വിധിച്ചെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കട പിടിച്ചെടുത്തത്. താൻ നൽകിയ പണം സ്ഥാപനത്തിലെ ജീവനക്കാർ ഉടമയ്ക്ക് നൽകിയില്ല എന്ന സംശയമാണ് ഇന്ന് റഷീദിനുള്ളത്. ഇത് ചോദിച്ചപ്പോൾ ജീവനക്കാർ മർദ്ദിച്ചതായും റഷീദ് പറയുന്നു. പലസ്തീനി ഉണ്ട്, മലയാളി അതിൻ്റെ ഇതായിട്ടുണ്ട്. പലസ്തീനി വന്നിട്ട് മറ്റേ PRO ആണ്, അതിൻ്റെ കംപ്ലീറ്റ് മാനേജർ എന്ന അവനാണ് എല്ലാ പവറും കൊടുത്തിട്ടുള്ളത്. മലയാളി വന്നിട്ട് അക്കൗണ്ടൻ്റാണ്. മലയാളിക്ക് കൊടുത്തത് മിസ്രി വാങ്ങിച്ചിട്ട് രസീത് തന്നു. അത് അറബിക്ക് കൊടുത്തോ? അറബിക്ക് കൊടുത്തോന്ന് അറിയില്ല. കൊടുക്കാത്തത് കൊണ്ടല്ലേ ഞാൻ കേസിനകത്ത് പോയി. അറബിയോട് നിങ്ങൾ ചോദിച്ചു? അറബി എന്താ പറഞ്ഞത്? അറബിയെ പിന്നെ കാണാൻ പറ്റിയില്ല. ഒരിക്കൽ ചോദിച്ചപ്പോൾ പറയുന്നത് അയാൾ ഓഫീസിൽ പോകാൻ പോയപ്പോൾ സംസാരിക്കാൻ പോയപ്പോൾ മലയാളി അവിടെ നിന്നിട്ട് എന്നെ അടിച്ച്. ഞാൻ വന്നിരുന്ന് അവിടെ പോയി കരഞ്ഞ് മറ്റേ ഈസ്റ്റ് വെസ്റ്റ് എന്ന മൊബൈൽക്കാരാണ് എന്നെ സഹായിച്ചത്. ബന്ധുക്കളും കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് റഷീദ് ഇപ്പോൾ. ഭക്ഷണത്തിനും താമസത്തിനും ഉൾപ്പെടെ മറ്റുള്ളവരുടെ സഹായത്തിലാണ് ഇന്ന് റഷീദിന്റെ ജീവിതം. ഫോൺ എടുക്കണില്ല. അമ്മ അച്ഛനെ വിളിക്കും, അളിയനെ വിളിക്കും. അളിയനൊക്കെ 15 വർഷം എൻ്റെ കടയിൽ ഇരുന്നിട്ട് പോയതാണ്, ഭാര്യയുടെ അനിയൻ. അവനിപ്പോൾ നല്ല ലെവലിലെത്തി. ഇവിടെ നിന്നൊക്കെ പോയി ഞാൻ സഹായിച്ച ആരും സഹായിക്കണില്ല. ആരെയും ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ ഉടൻ കട്ടാക്കും. ഇന്നലെയും പോയി ഒരാളുടെ അടുത്ത് നിന്ന് 300 രൂപ കടം വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് വാടക കൊടുത്തതും. പിന്നെ ബാക്കി 200 ചില്ലറ ഉണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ നിൽക്കുക. പ്രശ്നപരിഹാരത്തിന് ഇനി എന്ത് ചെയ്യുമെന്നാണ് റഷീദ് ചോദിക്കുന്നത്. നിയമപ്രശ്നങ്ങൾ നീക്കാൻ ഉൾപ്പെടെ സുമനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്ന് 67 വയസ്സുള്ള ഈ പ്രവാസിക്കുള്ളത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.